ഇപ്പോൾ SFIയുടെ ജില്ലാ സെക്രട്ടറി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ സമരവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? നിലവിൽ NSS മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് SC ST OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഏകദേശം 56 ലക്ഷം രൂപയുടെ അഴിമതി ഈ NSS മാനേജ്മെന്റും അതിന്റെ സ്റ്റാഫുകളായിട്ടുള്ള ഒരു സുധീഷ് അതുപോലെ തന്നെ വിനോദ് കെ നായർ ഈ രണ്ട് വ്യക്തികൾ ചേർന്നുകൊണ്ട് ഏകദേശം അവരുടെ NSSന്റെ മാനേജ്മെന്റിന്റെ അന്വേഷണത്തിൽ മാത്രം കണ്ടതാണ് 56 ലക്ഷം രൂപയുടെ അഴിമതി. വിവിധങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഫീസ് അടയ്ക്കാൻ വേണ്ടി കഴിയാത്ത പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഈ ഗ്രാന്റ്, ആ ഈ ഗ്രാന്റിനെ മുടക്കാൻ വേണ്ടി ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവർക്ക് കൊടുക്കാതെ ഇവരുടെ ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും പിന്നീട് ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന നിലയിലാണ് ഇവിടെ വിഷയം ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയം ഉണ്ടായത് ഇപ്പോഴല്ല, ഈ വിഷയം ഉണ്ടായിട്ട് 10 ദിവസത്തിന് മുകളിലായി. അതിനെ അങ്ങനെ മൂടി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് NSS മാനേജ്മെന്റ് തയ്യാറായിട്ടുള്ളത്. SFIയുടെ ആവശ്യം ഇതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം, വിജിലൻസ് ഉൾപ്പെടെ അന്വേഷിക്കണം. ഇത് ഇവിടെ കൊണ്ട് നിൽക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഇത് 2 ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയില്ല. 56 ലക്ഷം രൂപ ചെറിയ പൈസയല്ല. അപ്പോൾ ഈ പറയുന്ന മാനേജ്മെന്റിനും ഇവിടുത്തെ അധ്യാപകർക്ക് ഉൾപ്പെടെ പങ്കുണ്ട്. സമാനമായിട്ടൊരു വിഷയം ഇടുക്കിയിൽ NSS കോളേജുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിന് കൂടുതൽ രേഖകൾ എൻ്റെ അടുത്തില്ല. പരാതി ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും SP ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഇവിടെ അതിനെ മൂടി വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാനാണ് മാനേജ്മെന്റ് നോക്കിയിട്ടുള്ളത്. അവർക്കെതിരെ നിയമപരമായി ഇവർക്ക് അതിൽ പങ്കില്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അന്വേഷണത്തിന്, പോലീസ് അന്വേഷണത്തിന് ഇവർ തന്നെയല്ലേ ചെയ്യേണ്ടത്, മാനേജ്മെന്റ് അല്ലേ ചെയ്യേണ്ടത്. വെറുതെ ആളുകളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സസ്പെൻഷനിൽ ഒതുക്കി പോവാമെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഇത്തരത്തിൽ SFI ഒരു കടുത്ത പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം 56 ലക്ഷത്തോളം രൂപയാണ് ഈ ഗ്രാന്റിന്റെ മറവിൽ ഇവിടുത്തെ അധികാരികൾ തട്ടിയെടുത്തത് എന്നാണ് SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള S വിപിൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തണമെന്നാണ് SFI ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോൾ SFIയുടെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് പാലക്കാട് അകത്തേത്തറ NSS കോളേജിലേക്ക് SFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.